ആരാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്? ആരാണ് നിങ്ങളിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നത് എന്ന്. യെസ്, നിങ്ങളുമായിട്ട് സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്, അല്ലെങ്കിൽ നോ കോൺടാക്ട് സിറ്റുവേഷനിലുള്ള ഒരു വ്യക്തിയാണ് ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. മേ ബി അത് നിങ്ങളുടെ ലവർ ആയിരിക്കാം. ഈ ഒരു സമയത്ത് അവർ ഒരുപാട് ടൈഡ് അപ്പ് സിറ്റുവേഷനിലാണ്. ഈ ഒരു സെപ്പറേഷനിൽ അവർ ഒരുപാട് ഒരു സങ്കടപ്പെടുന്ന ഒരു സാഹചര്യം അവർക്ക് ഇപ്പോൾ വന്നു ചേർന്നിട്ടുണ്ട്. ഒരുപാട് ഏഞ്ചലിക് സപ്പോർട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് ഇതെന്ന് കാണുന്നുണ്ട്. ഓക്കെ, അവർക്ക് നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള വഴികളിൽ വലിയൊരു തടസ്സം അവരുടെ മുന്നിലുണ്ട്. എങ്കിൽ കൂടിയും ആ തടസ്സങ്ങളെല്ലാം ഒപ്പോസ് ചെയ്ത് തന്നെ അവർ നിങ്ങളിലേക്ക് തിരികെ വരാൻ, തികച്ചും അൺനോൺ ആയിട്ടുള്ള പാത്തിലൂടെ നിങ്ങളിലേക്ക് തിരികെ വരാൻ ആ വ്യക്തി ശ്രമിക്കുന്നുണ്ട്. ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അവർ ചിന്തിക്കുന്നുണ്ട്. അത്തരം ഒരു ഡിസിഷനിൽ ഒരു കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഒരുപാട് മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്താണ് സ്പിരിച്വൽ വേയിലേക്ക് മൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അത്രമാത്രം മാനസിക സമ്മർദ്ദം ആ വ്യക്തിക്ക് ഉണ്ട് ഈ ഒരു സമയത്ത്. ഓക്കെ, യെസ്, ദ തിങ്കിങ് മാൻ. അവര് നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന വാല്യൂബിൾ ആയിട്ടുള്ള പല കാര്യങ്ങളും അവരിപ്പോൾ ഓർക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളായിട്ട് കൊടുത്തിട്ടുള്ള വിലപ്പെട്ടതായിട്ടുള്ള ഗിഫ്റ്റുകളൊക്കെ ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സായിട്ട് അവർക്ക് കൊടുത്തൊരു ഗിഫ്റ്റായിട്ട് അവർ ചിന്തിക്കുന്നുണ്ടാവാം. അത്രയധികം പ്രഷ്യസ് ആയിട്ട് അവർ നിങ്ങളെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു നിമിഷത്തിൽ അവർ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എന്തൊക്കെയോ ചില തടസ്സങ്ങൾ അവരുടെ ലൈഫിൽ കാണുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും ആ തടസ്സങ്ങളെല്ലാം അവഗണിച്ച് തന്നെ നിങ്ങളിലേക്ക് തിരികെ വരണം എന്നുള്ളൊരു ചിന്ത അവരുടെ മനസ്സിലിപ്പോൾ ഉണ്ട്. ഓക്കെ, ഒരുപാട് ഇൻറ്റ്യൂഷൻസ് ഈ ഒരു സമയത്ത് അവർക്ക് മനസ്സിലുണ്ടാവുന്നുണ്ട്. നിങ്ങളുമായിട്ട് സ്പിരിച്വലി അവർ ഒരുപാട് കണക്റ്റഡ് ആണ് എന്നവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഈവൻ നിങ്ങൾ അവരുടെ ഒപ്പം ഇല്ല എങ്കിൽ പോലും നിങ്ങളുടെ ഒരു പ്രസൻസ് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മേ ബി ഡ്രീംസിൽ അവർ നിങ്ങളെ കാണുന്നുണ്ടാവാം. നിങ്ങൾക്കും ഈ ഒരു ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ടാവാം. കാരണം അവരുടെ ആബ്സെൻസിൽ പോലും അവരുടെ സാമീപ്യം നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവുന്നുണ്ടാവാം. ഓക്കെ, യെസ്, അത്രമാത്രം ഒരു ഡീപ്പ് സോൾ കണക്ഷൻ നിങ്ങളുമായിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത്രയധികം സ്നേഹം അവർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവർക്ക് നിങ്ങൾക്ക് ആ ഒരു സ്നേഹം നൽകാൻ കഴിയുന്നില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അത് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളൊരു സങ്കടം അവരുടെ മനസ്സിലുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ ഒരു ചേഞ്ച് വന്നാൽ തീർച്ചയായിട്ടും അവർ നിങ്ങൾക്കൊരു ജസ്റ്റിസ് നൽകും. നിങ്ങളിൽ അവർ തരാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സ്നേഹം, കമ്മിറ്റ്മെന്റ് ഒക്കെ തരാനായിട്ട് അവർ ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. അത്ര ജെനുവിൻ ആയിട്ട് തന്നെയാണ് ആ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നത്. ഓക്കെ, യെസ്, ന്യൂ ഡോർ ഓപ്പണിംഗ്. തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ടുള്ള ആക്ഷൻ എടുക്കാനുള്ള ഒരു സമയമാണ്. ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള ഒരു ഡോർ ആ വ്യക്തിക്ക് ചിലപ്പോൾ ഓപ്പൺ ആവുന്നുണ്ടാവാം. ഓക്കെ, യെസ്, റീച്ചിങ് കൺക്ലൂഷൻസ്. നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിൽ ഒരു കൺക്ലൂഷൻ ഉണ്ടാവുന്നു എന്നാണ് കാണുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള യൂണിവേഴ്സൽ സയൻസ് മേ ബി റെയിൻബോസ് ആയിട്ടായിരിക്കാം, വൈറ്റ് ഫെതേഴ്സ് ആയിട്ടായിരിക്കാം, വൈറ്റ് ബട്ടർഫ്ലൈസ് ആയിരിക്കാം. ഇതെല്ലാം യൂണിവേഴ്സൽ സയൻസ് ആണ്. ഏഞ്ചൽ നമ്പേഴ്സ് ആയിരിക്കാം. അതെല്ലാം നിങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാവുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. എക്സ്പെക്ട് എ മിറാക്കിൾ. ഓക്കെ, യെസ്, നിങ്ങളുടെ ലൈഫിൽ തന്നെ ഒരു മിറാക്കിൾ സംഭവിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ അത്രയധികം ചേഞ്ച് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ആൻഡ് ഓപ്പൺ യുവർ ഹാർട്ട്. യെസ്, തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ള ടൈഡ് അപ്പ് സിറ്റുവേഷനിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരിക്കണം. നിങ്ങൾ ഒരുപാട് പെയിൻ ഇതിനോടകം തന്നെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പക്ഷെ അതിനെല്ലാം ഒരു കൺക്ലൂഷൻ ഇവിടെ ഉണ്ടാവുകയാണ്. ആ ഒരു മിറാക്കിൾ ആണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്. ആ ഒരു ന്യൂ ഡോർ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി ഈ റീഡിങ് കാണുന്ന സമയത്തിനോടകം തന്നെ ചിലപ്പോൾ ആ വ്യക്തിയിൽ നിന്നൊരു കോളോ മെസ്സേജോ നിങ്ങൾക്ക് വരാനുള്ളൊരു ചാൻസസ് ആയിരിക്കാം.
ഓക്കെ, ആ വ്യക്തി അതിന് വേണ്ടിയിട്ട് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ യൂണിവേഴ്സൽ സയൻസ് ഒരുപാട് നിങ്ങൾ കാണുന്നുണ്ട്. വൈറ്റ് ബട്ടർഫ്ലൈസ് ഞാൻ പറഞ്ഞിരുന്നു. അതിൻ്റെ ഒരു സൈനും നമുക്കിവിടെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്രമാത്രം ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും എന്നുള്ളത് വളരെ പോസിബിലിറ്റി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ. ഓക്കെ, ഈ ഒരു മൊമെന്റിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം. ഐ എം ട്രൈങ് ടു ഒപ്പോസ് മൈ ഒബ്സ്റ്റക്കിൾസ് ഇൻ മൈ ലൈഫ്. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. അവരുടെ ലൈഫിലുണ്ടായ ഈ റിലേഷൻഷിപ്പിലുണ്ടായ ഒബ്സ്റ്റക്കിൾസ് എല്ലാം എതിർത്ത് നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്. ഓക്കെ. ഐ എം സോ റെസ്റ്റ്ലെസ്, കാൺ ഡു എനിത്തിങ് വിതൗട്ട് യു. ഓക്കെ, അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് നിങ്ങളില്ലാണ്ട് അവർക്ക് ഒരു കാര്യങ്ങളും അവരുടെ ലൈഫിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. പ്ലീസ് ഫർഗീവ് മീ, ഇറ്റ് വാസ് മൈ മിസ്റ്റേക്ക്. ഓക്കെ, അത് അവരുടെ തന്നെ മിസ്റ്റേക്ക് ആണ് എന്ന് അവർ നിങ്ങളോട് പറയുന്നു. ആൻഡ് തിങ്കിങ് അബൌട്ട് യു ഓൾവേസ് മേക്സ് മീ സ്മൈൽ. എപ്പോഴും നിങ്ങളെക്കുറിച്ച് മാത്രം അവർ ചിന്തിക്കുന്നുണ്ട്. അത് മാത്രമാണ് അവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നത്. I need your time and commitment. I know I didn't provide you the things you deserve, but now I am ready. Okay, നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന സ്നേഹവും കെയറും കമ്മിറ്റ്മെന്റും ഒന്നും നിങ്ങൾക്ക് നൽകാൻ ആ വ്യക്തിക്ക് കഴിഞ്ഞിരുന്നില്ല എന്ന് ആ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്നേഹവും കമ്മിറ്റ്മെന്റും ഒക്കെ അവരിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഈ ഒരു സ്നേഹം നൽകാനും തയ്യാറാണ്. ഐ വിൽ ഫൈറ്റ് ടിൽ ദി എൻഡ്. യെസ്, ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിലുള്ള ഒബ്സ്റ്റക്കിൾസിന്റെ എതിരായിട്ട് അവർ ഒരുപാട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഐ വിൽ മെസ്സേജ് യു സൂൺ. ഓക്കെ, തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഐ മിസ് യുവർ പ്രസൻസ്. ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അവർ നിങ്ങളുടെ പ്രസൻസ് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളുടെ സാമീപ്യം അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. ആൻഡ് ഫൈനലി ഇൻറ്റൻസ് ഡിസയർ ടു സീ യു. യെസ്, അവർ നിങ്ങളെ കാണാനായിട്ട് വളരെ ആഴത്തിൽ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അത്രമാത്രം നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാവുന്നത്. ഓക്കെ, അത്രമാത്രം അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഐസ്, മേ ബി നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ കണ്ണുകൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവാം. ആൻഡ് ലെറ്റർ ടി, ഫെബ്രുവരി മന്ത്, ചാരിറ്റി. ഓക്കെ. ഓക്കെ, ലിറ്റിൽ ബിറ്റ് ഓഫ് ടൈം, വളരെ കുറച്ച് സമയത്തിനുള്ളിൽ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതൊരു പോസിബിലിറ്റി ആണ്. ആ വ്യക്തി നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം.